സൂപ്പർ താരങ്ങൾ അരങ്ങുവാഴുന്ന തെന്നിന്ത്യൻ സിനിമയിൽ കഴിവും അർപ്പണബോധവും കൊണ്ട് അവർക്കൊപ്പം സ്ഥാനം പിടിച്ച നടിയാണ് നയൻതാര. മലയാളിയായ നയൻതാര വളരെ പെട്ടെന്നാണ് ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്താകെ വെന്നിക്കൊടി പാറിച്ചത്. മനസ്സിനക്കരെ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെയായിരുന്നു നയൻതാര അഭിനയ രംഗത്തേക്ക് ആദ്യമായി കാലെടുത്തു വെക്കുന്നത്. തസ്കരവീരൻ, നാട്ടുരാജാവ്, വിസ്മയത്തുമ്പത്ത് എന്നീ സിനിമകളിലും മികച്ച വേഷം തന്നെ നയൻസിന് ലഭിച്ചു. തമിഴിലേക്കുള്ള നയൻസിന്റെ എൻട്രിയാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചത്. ഗ്ലാമറസ് വേഷങ്ങളിലൂടെ തുടക്കത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും നയൻതാര കാലുറപ്പിച്ചു. വൈകാതെ ഈ 3 ഭാഷകളിലെയും വാണിജ്യ സിനിമകളുടെ അവിഭാജ്യ ഘടകമായി നയൻതാര മാറി. പതിയെ ഗ്ലാമറസ് വേഷങ്ങളിൽ നിന്ന് മാറി ശക്തമായ കഥാപാത്രങ്ങളും നയൻതാരയെ തേടിയെത്തി. നായകന്മാരെ വെച്ച് സിനിമാ ബിസിനസ് ചെയ്തിരുന്ന തമിഴിലും തെലുങ്കിലും നായികമാരെ വെച്ചും ബിസിനസ് നടത്താമെന്ന് തെളിയിച്ചത് നയൻതാരയാണ്. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണവും അവരെ തേടിയെത്തി. ഇന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ് നയൻതാര. 40 വയസ്സ് എത്തി നിൽക്കുന്ന നയൻതാരയുടെ ആസ്തിയും ഞെട്ടിക്കുന്നതാണ്. 200 കോടി രൂപയുടെ ആസ്തിയാണ് നയൻതാരയ്ക്കുള്ളത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലായി 80ലേറെ സിനിമകളിൽ നയൻതാര വേഷമിട്ടിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് 10 കോടി മുതൽ 12 കോടി വരെയാണ് നയൻതാര വാങ്ങുന്ന പ്രതിഫലം. പരസ്യചിത്രങ്ങളുടെയും റിയൽ എസ്റ്റേറ്റ് സംരംഭങ്ങളിലൂടെയും വലിയൊരു തുക നയൻതാര തന്റെ അക്കൗണ്ടിൽ എത്തിക്കുന്നുണ്ട്. നയൻതാരയുടെ റിയൽ എസ്റ്റേറ്റ് പോർട്ട്ഫോളിയോ അവരുടെ സാമ്പത്തിക വിജയത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. മുംബൈ, ഹൈദരാബാദ്, ചെന്നൈ തുടങ്ങി പ്രധാന നഗരങ്ങളിൽ 100 കോടി രൂപ മതിപ്പുവിലയുള്ള അവരുടെ സ്വത്തുക്കൾ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. നിലവിൽ വിഘ്നേഷ് ശിവനും മക്കൾക്കുമൊപ്പം മുംബൈയിലെ ഒരു പോഷ് അപ്പാർട്ട്മെന്റിലാണ് അവർ താമസിക്കുന്നത്. സ്വകാര്യ സിനിമാ ഹാൾ, നീന്തൽക്കുളം, അത്യാധുനിക ജിം തുടങ്ങിയ സൗകര്യമുള്ള ആഡംബര വസതിയാണിത്. ഹൈദരാബാദിലെ ബഞ്ചാര ഹിൽസിൽ ഏകദേശം 30 കോടി രൂപ വിലമതിക്കുന്ന 2 പ്രീമിയം അപ്പാർട്ട്മെന്റുകളും നയൻതാരയ്ക്കുണ്ട്. ആഡംബര കാറുകളുടെ വലിയൊരു കൂട്ടവും നയൻതാരയുടെ ശേഖരത്തിലുണ്ട്. മാത്രമല്ല, സ്വകാര്യ ജെറ്റുള്ള ചുരുക്കം ഇന്ത്യൻ നായികമാരിൽ ഒരാളാണ് നയൻതാര. താരത്തിന് ഏകദേശം 50 കോടി രൂപ വിലമതിക്കുന്ന ഒരു സ്വകാര്യ ജെറ്റാണുള്ളത്. നടി എന്നതിലപ്പുറം നയൻതാര ഒരു നിക്ഷേപക കൂടിയാണ്. ഒരു ലിപ് ബാം കമ്പനിയിൽ താരം 10 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. റൗഡി പിക്ചേഴ്സ് എന്ന പ്രൊഡക്ഷൻ ഹൗസ് ഉടമ കൂടിയാണ് നടി. ഈ കമ്പനിക്ക് 50 കോടി രൂപയുടെ ആസ്തിയുമുണ്ട്. വിമർശനങ്ങൾ ഏറെ ഉന്നയിക്കപ്പെടുന്നുണ്ടെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞ് നയൻതാരയ്ക്കെതിരെ അക്രമങ്ങളൊക്കെ നടന്നാലും നയൻതാര നേടിയ വിജയം അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്.